എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മളുടെ SSLC ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവൻ്റെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ച് കരുതുന്നു. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ ഏകദേശം കുറച്ച് മനസ്സിലായിട്ടുണ്ടാകും. അതായത് നമ്മളുടെ ജെനറ്റിക് മെറ്റീരിയൽ, നമ്മുടെ ജനിതക വസ്തു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? ചിലപ്പം നമുക്കൊരു DNA എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. ചിലപ്പം ചില ആൾക്കാരുടെ മനസ്സിൽ ജീൻ എന്ന് പറയുന്നൊരു വാക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് മിസ് ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത്? ജീൻ എന്നാണോ DNA എന്നാണോ എന്താണ് വന്നതെന്നുള്ളത് എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളുടെ ഓരോ കോശത്തിലെയും ഓരോ സെല്ലിലെയും ഈ പറയുന്ന DNA കുറിച്ചും ജീനിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയുന്നുണ്ടാകും, നമ്മളോട് പല ആൾക്കാരും പറയുമ്പോൾ അല്ലെ നിന്നെ കാണാൻ അച്ഛനെ പോലെയുണ്ട്, നിന്നെ കാണാൻ അമ്മയെ പോലെയുണ്ട്, അല്ലെ അച്ഛൻ്റെ മുടിയാണ്, അമ്മയുടെ സ്വഭാവമാണ് എന്നൊക്കെ പറയുമ്പം അതെങ്ങനെയാണ് നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവമൊക്കെ കിട്ടുന്നത്? ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും വികൃതിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പറയാം അതെൻ്റെ അച്ഛൻ്റെ സ്വഭാവം ആയതുകൊണ്ട് അച്ഛൻ കാണിച്ച വികൃതിയാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മിസ് നിങ്ങൾക്ക് 2 ആൾക്കാരുടെ ഫോട്ടോ ആണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇതാരാണ്? ഓക്കെ, നമുക്ക് ജെനിഫർ എ ഡോട്ട്ന അതേപോലെ തന്നെ ഇമ്മാനുവൽ ഷാപ്പിൻഡിയർ എന്ന് പറയുന്ന 2 വ്യക്തികളാണ് മിസ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇവർ രണ്ടുപേരെയും മിസ് എന്തിനാണ് ഇവിടെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ കാണാം നൊബേൽ പ്രൈസ് വിന്നേഴ്സാണ്. 2020 കെമിസ്ട്രിയിൽ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള 2 ആൾക്കാരാണ് ഇവർ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാകുമ്പോൾ കെമിസ്ട്രിയിൽ നൊബേൽ പ്രൈസ് കിട്ടിയ ആൾക്കാരെ എന്തിനാണ് ഇവിടെ ബയോളജിയിൽ അല്ലേ, ഞങ്ങൾ ജീവശാസ്ത്രം അല്ലേ പഠിക്കുന്നത്, മിസ് എന്തിനാണ് കെമിസ്ട്രിയിൽ ആൾക്കാരെ ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മളെ കെമിസ്ട്രിയിലെ ഒരു കെമിക്കൽ മോളിക്യൂൾ അതിനെ കണ്ടുപിടിച്ചു, പക്ഷേ അത് നമുക്ക് ബയോളജിയിൽ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നൊബേൽ പ്രൈസ് കിട്ടിയതെന്ന് വെച്ചാൽ ഇവർ CRISPR-Cas9 എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. ഓക്കെ, എന്താണ് ഈ ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആക്ച്വലി ഒരു എൻസൈം ഉണ്ട്, അതേപോലെ തന്നെ ഒരു RNA ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് ഈ CRISPR-Cas9 എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ കാണാം? ഇവിടെ ഒരു gRNA ഗൈഡ് RNA എന്നാണ് പറയുക, ആൻഡ് ഇവിടെ Cas9 എന്ന് പറയുന്ന ഒരു എൻസൈമും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എൻസൈം ഉണ്ട്, അതിന് നമ്മൾ എന്ത് പറയും മലയാളത്തിൽ? രാസാഗ്നി എന്ന് പറയും. അത് കൂടാതെ ഇവിടെ ഒരു ഗൈഡ് RNA, ഓക്കെ, ഗൈഡ് ചെയ്യാനൊരു RNA ഉണ്ട്. അപ്പോൾ ഈ 2 സാധനങ്ങൾ ചേരുന്നതാണ് CRISPR-Cas9. അപ്പോൾ ഇത് എന്തിനാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് കൊടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു എൻസൈം കോംപ്ലക്സിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാവോ? നമ്മുടെ ജീനിൽ, ഓക്കെ, ജീൻ എന്താണെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും, നമ്മുടെ ജീനിൽ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം മിസ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നെ നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ ചെയ്യാറില്ലേ, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാറില്ലേ? വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും, പുതിയ സാധനങ്ങൾ ആഡ് ചെയ്യും, കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തും. നിങ്ങൾ ഇംഗ്ലീഷിൽ എസ്സേ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാനൊക്കെ വരാറുണ്ട് അല്ലേ? വേണ്ടാത്ത സാധനങ്ങൾ മാറ്റി കറക്റ്റ് സാധനങ്ങൾ വെക്കുന്നു. സെയിം കാര്യം തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജീൻ എഡിറ്റിംഗ് ആണ് ചെയ്യുന്നത്. ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും പലതരത്തിലുള്ള ജനിതക രോഗങ്ങൾ. എന്താണ് ജനിതക രോഗം? നമ്മളുടെ ജെനറ്റിക് മെറ്റീരിയലിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റുമ്പോൾ അതൊരു രോഗമായിട്ട് മാറും. ഓക്കെ, അതാണ് ജെനറ്റിക് ഡിസീസസ് അല്ലെങ്കിൽ ജനിതക രോഗം. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ ഹീമോഫീലിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ജീനിൽ എന്തോ തകരാറ് സംഭവിച്ചത് കൊണ്ടാണ് നമുക്ക് അസുഖമായിട്ട് വന്നത്. അപ്പോൾ ആ തകരാറ് നമുക്ക് ഈ എഡിറ്റിങ്ങിലൂടെ മാറ്റാം അല്ലേ? നമ്മൾ ചില പാരഗ്രാഫ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചില വീഡിയോ കാണുമ്പോൾ നമ്മൾ തോന്നും ഇത് ഈ ഒരു ഭാഗം മാറ്റിയിട്ട് വേറൊന്ന് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായേനെ അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മുടെ ഈ CRISPR-Cas9. ഇത് കണ്ടുപിടിച്ചതിനാണ് നമ്മുടെ ജെനിഫർ എ ഡോട്ട്ന അതേപോലെ തന്നെ ഇമ്മാനുവൽ ഷാപ്പിൻഡിയറിന് 2020 കെമിസ്ട്രിയിൽ നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ പക്ഷേ എൻ്റെ മക്കൾ എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നൊരു സാധനം എന്തായിരിക്കും? ഈ ഒരു മോള് ചിന്തിച്ചതുപോലത്തെ ഒരു ഡൗട്ടാണോ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും വന്നത്? നമ്മൾ ഇതുവരെ അല്ലേ നിങ്ങളും മിസ്സും ആരും തന്നെ ജീൻസ് എന്താണെന്ന് കണ്ടിട്ടില്ല. നമ്മൾ മറ്റേ ജീൻസ് ഇടാറുണ്ട്, ഈ ജീൻസ് നമ്മളെല്ലാവരും ഇടാറുണ്ട്. പക്ഷേ ഈ ജീൻസ് അല്ല ആ ജീൻസ് അല്ലേ, നമ്മൾ ധരിക്കുന്ന ജീൻസ് അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ജീൻസ്? ആൻഡ് നമുക്ക് ഈ ജീൻസിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല. കാണാത്ത സാധനങ്ങളെ പിന്നെ നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്യും? എന്താ ഈ പറയണത്? എന്തിനാണ് ഇവിടെ നൊബേൽ പ്രൈസ് ഒക്കെ കൊടുത്തത് എന്ന് എൻ്റെ കുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടോ?
ഓക്കെ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ, മിസ് എന്താണ് ഈ ജീൻ എന്ന് ആദ്യം ഒന്ന് പറഞ്ഞതാ അല്ലേ? മിസ് കുറേ നേരമായിട്ടുള്ള ജെനറ്റിക് മെറ്റീരിയൽ, ജെനറ്റിക് ഡിസീസസ് അല്ലെ, ജനിതക രോഗങ്ങൾ എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു ജീൻ? ഇനി അതും അല്ലെങ്കിൽ എന്താണ് DNA? സംശയമുണ്ടോ? ഇനി എന്താണ് ക്രോമസോം? ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ എൻ്റെ മക്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ മിസ് പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും സെല്ല് അല്ലേ? സെല്ല് അല്ലെങ്കിൽ കോശം എന്ന് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പഠിച്ചിട്ടുണ്ട്, റെഡി ആണ്. അപ്പം നമ്മളൊരു സെല്ലിനകത്ത് നമുക്ക് എന്തുണ്ടാകും? ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഒരു മർമ്മം ഉണ്ടാകും. ഇതും നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം. റെഡി? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം. ഈ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മത്തിനകത്ത് എന്താ ഉള്ളത്? ഇപ്പോൾ ചില ആൾക്കാർ പറയും മിസ് ക്രൊമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെട്ടിക്കുലം ഉണ്ട് അല്ലേ? ഇത് ചില സമയത്ത് ഇതിങ്ങനെ ചുരുണ്ട് കൂടിയിട്ടാണ് ക്രോമസോം ആയിട്ട് മാറുന്നത് അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ഈ ക്രോമസോം എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഈ ക്രോമസോം കാണുന്നത് നമ്മുടെ കോശത്തിനകത്ത്, ന്യൂക്ലിയസിനകത്താണ്. റെഡിയാണോ? ഓക്കെ, അപ്പോൾ ഈ ക്രോമസോം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ ക്രൊമാറ്റിൻ ജാലികയില്ലേ ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ കിടക്കുന്നത്, അത് ചുരുണ്ടുകൂടിയാണ് ക്രോമസോം ആയത്. അപ്പം നമ്മൾ ഇതിനകത്തുള്ള ഈ ക്രൊമാറ്റിൻ ജാലികേനൊന്ന് ചുരുളഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഇങ്ങനെ ചുരുളഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? DNA എന്ന് പറയുന്നത്. DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് പേര്. ഓക്കെ, D for deoxy, N for nucleic and A for acid. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ഇതിൻ്റെ സ്ഥലം മനസ്സിലായോ? എവിടെയാണ് കാണുന്നതെന്ന് മനസ്സിലായോ? നമ്മളൊരു കോശം അല്ലെങ്കിൽ ഒരു സെല്ലെടുത്തു. ആ കോശത്തിനകത്ത് അല്ലെങ്കിൽ സെല്ലിനകത്ത് നമുക്ക് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മമുണ്ട്. മർമ്മത്തിനകത്ത് നമുക്ക് ക്രോമസോം ഉണ്ട്. ഈ ക്രോമസോമിനെ നമ്മളൊന്ന് ഇങ്ങനെ ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള ആരെ കിട്ടും? നമ്മളുടെ DNA കിട്ടും. ഓക്കെ, അപ്പോൾ DNA എന്താണെന്ന് മനസ്സിലായി, ക്രോമസോം എന്താണെന്ന് മനസ്സിലായി. റെഡി? അപ്പോൾ എന്താണ് ജീൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? നമ്മളുടെ DNAയുടെ ഒരു ഭാഗം, ഒരു സെഗ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ ഒരു ജീൻ എന്ന് പറയാം. ഒരു ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെഗ്മെന്റ് ഓഫ് DNA. നമ്മുടെ DNA ഇതപ്പം മിസ് ഇത്രയും നീളത്തിലുള്ള DNA എടുത്തില്ലേ? ഈ DNA നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗം ഒരു ജീനാണ്. എത്ര നീളം ഉണ്ടാവണം എന്നുള്ളത് ഓരോ ജീനിനനുസരിച്ച് മാറിയിരിക്കും. ചിലപ്പോൾ ഇത്രയും വലിയൊരു ജീനായിരിക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് എ ജീൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സെഗ്മെന്റ് ഓഫ് DNA. DNAയുടെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീൻ എന്ന് പറയുന്നത്. ഈ ജീൻ എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ചാപ്റ്ററിൽ പഠിക്കും. ഈ പ്രോട്ടീനാണ് നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവത്തിന് കാരണം. റെഡിയാണോ? ഓക്കെ ആണോ? യെസ്. അപ്പം നമ്മുടെ എന്തൊക്കെ മനസ്സിലാക്കി? നമ്മളിതേ കോശം അല്ലെങ്കിൽ സെല്ലെടുത്തു. അതിനകത്ത് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മത്തിനകത്ത് നമ്മുടെ ക്രോമസോം ഉണ്ട്. അതിനെ നമ്മളൊന്നിങ്ങനെ ലൂസാക്കി കഴിഞ്ഞാൽ നമ്മുടെ DNA കിട്ടും. DNAയുടെ ഒരു സെഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ജീൻ എന്ന് പറയുക. ഇത്രയും എൻ്റെ മക്കൾക്ക് സെറ്റാണോ? ഓക്കെ, അപ്പം നമ്മളിപ്പോൾ മിസ് തന്നെ എങ്ങനെയാണ് വരച്ചത്? ഇങ്ങനെ വരച്ചു അല്ലേ? ഒരു ഇഴയല്ല മിസ് വരച്ചത്, 2 ഇഴ വരച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനത്തിന് നമ്മൾ എന്താ പറയുക? ഒരു സ്ട്രാൻഡ് അല്ലെങ്കിൽ ഇഴ എന്നാണ് പറയുക. സ്ട്രാൻഡ് അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയും ഇഴ. പക്ഷേ DNAക്ക് ഒരു ഇഴയാണോ ഒരു സ്ട്രാൻഡാണോ ഉള്ളത്? അല്ല. എത്ര എണ്ണുണ്ട്? DNAക്ക് 1 2 ഇഴകളുണ്ട് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ നമ്മുടെ DNAനെ പറയുക? അപ്പോൾ നമ്മൾ നമ്മുടെ DNAനെ പറയും ഡബിൾ സ്ട്രാൻഡഡ് മോളിക്യൂൾ. ഡബിൾ സ്ട്രാൻഡഡ് ആണ് എന്ന് പറഞ്ഞാൽ 2 ഇഴകളുണ്ട്. 2 ഇഴകളുള്ള മോളിക്യൂളാണ് നമ്മളുടെ DNA. പക്ഷേ ഈ 2 ഇഴകൾ മിസ് ഇങ്ങനെയാണോ ഈ 2 ഇഴകൾ വരച്ചത്? ആണോ മക്കളെ? അല്ല. മിസ് എങ്ങനെയാണ് വരച്ചത്? ഇതിങ്ങനെ നമ്മുടെ ചുറ്റുഗോവണി പോലെ തമ്മിൽ ഇങ്ങനെ ഇഴ പിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ ഇങ്ങനെയാണ് നമ്മളുടെ ഏണിപ്പടി അല്ലേ? നിങ്ങൾക്ക് ഏണിപ്പടി അറിയില്ലേ? ഇതാണ് നമ്മുടെ സ്റ്റെയേഴ്സ്. ഇപ്പോഴത്തെ വീടുകളിലൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഏണിപ്പടിനെ നമ്മളൊന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. ഒന്നിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാകും. ഓക്കെ, അപ്പോൾ ഈ മോഡലാണ് ഡബിൾ ഹെലിക്സ് മോഡൽ.
ഡബിൾ ഹെലിക്സ് മോഡൽ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയും ചുറ്റുഗോവണി മാതൃക. ചുറ്റുഗോവണി മാതൃക. അപ്പോൾ DNA കാണാൻ എങ്ങനെയാണ്? ഇങ്ങനെ 2 സ്ട്രാൻഡുകൾ പിരിഞ്ഞ് കിടക്കുന്നതാണ്. അതാണ് ഡബിൾ ഹെലിക്സ് മോഡൽ. അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് മക്കളെ മനസ്സിലായത് DNA ഇങ്ങനെയാണ് അല്ലേ? എങ്ങനെയാണ് നമുക്കിപ്പോൾ മനസ്സിലായത് DNAയുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ് എന്ന്? ആരാണിത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതെന്ന് നമുക്ക് അറിയണ്ടേ? അല്ലെങ്കിൽ നമുക്കിതൊന്നും അറിയാതെ നമ്മളിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടുപിടിച്ച ആൾക്കാരാണ് നമ്മുടെ DNAയുടെ സ്ട്രക്ചർ ഇങ്ങനെ ഡബിൾ ഹെലിക്സ് ആണ് എന്ന് നമ്മളോട് പറഞ്ഞത് 2 സയൻറ്റിസ്റ്റാണ്. ഓക്കെ, 2 പേര് ചേർന്നിട്ടാണ് നമ്മുടെ DNAയുടെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കി തന്നത്. അവരുടെ പേരാണ് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ഓക്കെ, ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് എന്ത് ചെയ്തത്? DNAയുടെ ഈ ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് വേറെ 2 ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. അതിലൊരാളാണ് നമ്മളുടെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ, രണ്ടാമത്തേതാണ് നമ്മുടെ മോറിസ് വിൽക്കിൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ DNAയുടെ സ്ട്രക്ചർ കണ്ടുപിടിച്ച ആൾക്കാരെ നമ്മൾ പറഞ്ഞു ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. നമ്മൾ ജനറൽ ആയിട്ട് ഇവരെ ഷോർട്ടാക്കി എങ്ങനെയാണ് പറയാമെന്നറിയാവോ? വാട്സൺ ആൻഡ് ക്രിക്ക് എന്നാണ് പറയാം. വാട്സൺ ആൻഡ് ക്രിക്കിൻ്റെ മോഡൽ എന്നാണ് പറയാം. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഇവരാണ് DNAയുടെ ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തത്. പക്ഷേ ഇവരുടെ ഈ കണ്ടുപിടുത്തത്തിൻ്റെ പിന്നിൽ ഒരു ചതിയുണ്ട് മക്കളെ, ഒരു ചതിയുണ്ട്. ആ ചതി കാണിച്ച ആളാണ് നമ്മുടെ മോറിസ് വിൽക്കിൻസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ബാച്ചിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് സമയത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് മിസ് ആ ചതിയുടെ കഥയൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിലെ ലൈവ് ക്ലാസ്സിൽ മിസ് ആ ചതിയുടെ കഥയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് എക്സ്പെരിമെൻറ്റ്സ്, അതായത് എക്സ്റേസിനെ ഓരോ പാർട്ടിക്കിൾസിൻ്റെ മുകളിൽ കൂടി എക്സ്റേസ് ഇങ്ങനെ പാസ് ചെയ്ത് ഓരോ പിക്ചേഴ്സ് എടുക്കാം. ഓക്കെ, അപ്പം എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്ന ആളാണ് ആര്? നമ്മുടെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ. അങ്ങനെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫാണ് ഇത് ഫോട്ടോഗ്രാഫ് 51 എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇമേജ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇവർ 2 പേരും കൂടെ നടത്തിയ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് എക്സ്പെരിമെൻറ്റ്സിലെ ഈ ഒരു ചിത്രമാണ് നമ്മുടെ വാട്സണിനെയും ക്രിക്കിനെയും DNAയുടെ സ്ട്രക്ചർ കൺഫേം ചെയ്യാൻ സഹായിച്ചത്. അവരിങ്ങനെ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്കിങ്ങനെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെടുത്തിട്ടുള്ള ഈ പിക്ചറാണ് നമ്മളുടെ ഈ ഒരു DNAയുടെ സ്ട്രക്ചർ അവർക്ക് ഉറപ്പിക്കാൻ, ഇങ്ങനെ തന്നെയാണ് ഡബിൾ ഹെലിക്സ് ആണ് എന്ന് ഉറപ്പിക്കാൻ അവരെ സഹായിച്ചത് ആ ഒരു ഫോട്ടോഗ്രാഫ് 51 ആണ്. പക്ഷേ അതിൻ്റെ പിന്നിലൊരു ചതിയുണ്ട്. അത് നമ്മളെവിടെ പറയുന്നതായിരിക്കും, നമ്മുടെ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. പക്ഷേ ഫൈനലി നമ്മുടെ ഈ ഒരു DNAയുടെ ഡബിൾ ഹെലിക്സ് മോഡലിന് എന്ത് കിട്ടി? നൊബേൽ സമ്മാനം കിട്ടി. പക്ഷേ നൊബേൽ പ്രൈസ് ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് അറിയാവോ? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് മോറിസ് വിൽക്കിൻസ്. ഓക്കെ, ഇവർക്ക് 1962 എന്ത് കിട്ടിയത്? നൊബേൽ സമ്മാനം കിട്ടിയത്. പക്ഷെ അതിനു മുൻപ് തന്നെ നമ്മുടെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ 1958 മരിച്ചുപോയി. 37ാമത്തെ വയസ്സിൽ മരിച്ചു. കാരണം നിങ്ങൾക്കറിയാം കുറേ സമയം എക്സ്റേസ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറസ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻ്റ് ആണ് നടത്തിയത്. അങ്ങനെ അവർക്ക് ഓവറിയിൽ ക്യാൻസർ വന്നിട്ടാണ് അവർ മരിക്കുന്നത്. അതിനുശേഷം 1962 DNAയുടെ മാതൃക, DNAയുടെ ഈ ഒരു സ്ട്രക്ചർ കണ്ടുപിടിച്ചത് ഇവർക്ക് 3 പേർക്കും, അവർക്കൊക്കെ നമ്മുടെ ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, അതുപോലെ തന്നെ മോറിസ് വിൽക്കിൻസ്, അവർക്ക് 3 പേർക്കും എന്ത് കിട്ടിയത്? നമ്മുടെ നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇത്രയും സെറ്റാണോ? റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് DNAയുടെ സ്ട്രക്ചറാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ആ ഡബിൾ ഹെലിക്സ് മോഡലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബസ് ഇവിടെ സിമ്പിളായിട്ട് DNAയുടെ ഇങ്ങനെ വെറുതെ വരയ്ക്കുകയാണേ. ഇതാ DNAയുടെ സ്ട്രക്ചർ. ഓക്കെ, ഇങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു ഏണിപ്പടികൾ വേണം അല്ലേ? ഏണിപ്പടികളും ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ DNAയുടെ സ്ട്രക്ചർ. ഓക്കെ, അപ്പം എന്തൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിനൊരു ബേസിക് സംഭവങ്ങൾ വേണമല്ലോ. അപ്പോൾ മിസ് കഴിഞ്ഞ ദിവസം മിസ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രോട്ടീൻ ബോൾസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് മിസ് എന്തൊക്കെയാണ് എടുത്തത്? മിസ് എന്തൊക്കെ എടുത്തു? നട്ട്സ് എടുത്തു അല്ലേ? ആൽമണ്ട്, കാഷ്യൂ, അതുപോലെ തന്നെ പിസ്ത, അതേപോലെ നമ്മൾ കാരക്ക, ഡേറ്റ്സ് എടുത്തു. ഓക്കെ, അതെല്ലാം വെച്ചിട്ടാണ് മിസ് ബോൾ ഉണ്ടാക്കിയത്. അതേപോലെ നമ്മുടെ ഈ ഒരു DNA മോളിക്യൂൾ ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങൾ വേണം. നമ്മൾ എന്തുണ്ടാക്കാനും ബേസിക് സാമ്പാർ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം? ഒരു മതിൽ ഉണ്ടാക്കാൻ കുറേ യൂണിറ്റ് വേണം അല്ലേ? അതുപോലെ DNAയുടെ ഒരു ബേസിക് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, DNAയുടെ ബേസിക് യൂണിറ്റിനെ നമ്മളൊരു പേര് പറയും. എന്താണെന്നറിയാമോ? ആ പേരാണ് ന്യൂക്ലിയോടൈഡ്. ഇതെൻ്റെ മക്കൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ന്യൂക്ലിയോടൈഡ്. ഓക്കെ,
അപ്പോൾ മിസ്സിനോട് ചോദിക്കും മിസ്സിൻ്റെ പ്രോട്ടീൻ ബോൾസ് ആ ഉണ്ടകളുടെ ബേസിക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കാഷ്യൂ, ആൽമണ്ട്, പിസ്ത ആൻഡ് ഡേറ്റ്സ്. അതുപോലെ DNA-യുടെ ബേസിക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് വെച്ചാണ് DNA മോളിക്യൂൾ ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ, അപ്പം എന്താണ് ഒരു ന്യൂക്ലിയോടൈഡ് അറിയണ്ടേ? ഒരു ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് അറിയണ്ടേ? DNA-യുടെ ബേസിക് യൂണിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അതെങ്ങനെയാണ് കാണാനുണ്ടാവുക എന്ന് ചോദിച്ചാൽ അതിനകത്ത് 3 സാധനങ്ങളുണ്ട്. ഓക്കെ, 5 കാർബൺ ഉള്ള ഒരു ഷുഗർ മോളിക്യൂൾ, 5 കാർബൺ ഉള്ള ഒരു ഷുഗർ മോളിക്യൂൾ, ഒരു പഞ്ചസാര തന്മാത്ര. 5 കാർബൺ ആണുള്ളത്, പഞ്ചസാര തന്മാത്ര. 5 കാർബൺ ഉള്ള ഒരു പഞ്ചസാര തന്മാത്രയുണ്ട്. അതിൻ്റെ കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്. ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്. അത് കൂടാതെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ആൽക്കലി സ്വഭാവമുള്ള ഒരു നൈട്രജൻ അടങ്ങിയ ബേസ് ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ പറയല്ലോ, ഒരു ഷുഗർ മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു പഞ്ചസാര തന്മാത്ര, ദെൻ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ, ദെൻ ഒരു നൈട്രജൻ ബേസ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഈ നൈട്രജൻ ബേസുകൾ നമുക്ക് 4 തരത്തിലുണ്ട്. 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്. ഏതൊക്കെയാണെന്ന് മിസ് പറയട്ടെ? ഓക്കെ, ഒന്നാണ് എഡിനിൻ, അടുത്തതാണ് ഗ്വാനിൻ, അടുത്തതാണ് സൈറ്റോസിൻ, അടുത്തതാണ് തൈമിൻ. ഇങ്ങനെ നമുക്ക് 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്. അപ്പോൾ എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ടാകും? 4 ന്യൂക്ലിയോടൈഡ്. മിസ് വരച്ച് കാണിച്ചു തരട്ടെ ഓരോരുത്തരെയും. ആദ്യം നമ്മൾ പറഞ്ഞു ഒരു പഞ്ചസാര തന്മാത്രയുണ്ട്. ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോയല്ലോ. ഒരു പഞ്ചസാര തന്മാത്രയുണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു നൈട്രജൻ ബേസ് ഉണ്ട് അല്ലേ? ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇവിടെ ഇപ്പം ചിലപ്പോൾ എഡിനിൻ ആകാം. അപ്പോൾ ഇത് എഡിനിൻ ന്യൂക്ലിയോടൈഡ് ആണ്. ആൻഡ് ചിലപ്പോൾ ഇത് എന്താകാം? വേറെ ആളാകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാകാം? ചിലപ്പോൾ ഇത് ആരാകാം? ഗ്വാനിൻ ആകാം. അപ്പം മിസ് G എന്ന് കൊടുത്തു. ചിലപ്പോൾ ഇത് ആരാവാം? ചിലപ്പോൾ വേറൊരാളാകാം. അതാണ് നമ്മുടെ സൈറ്റോസിൻ. ഓക്കെ, ചിലപ്പോൾ ഇത് സൈറ്റോസിൻ ആകാം. അപ്പം മിസ് C എന്ന് കൊടുത്തു. ചിലപ്പോൾ ഇത് തൈമിൻ ആകാം. അപ്പം മിസ് T എന്ന് കൊടുത്തു. അപ്പം 4 തരത്തിലുള്ള ന്യൂക്ലിയോടൈഡ് ആയില്ലേ? ഓക്കെ, ആരൊക്കെയാണെന്ന് മിസ് ഇവിടെ സൈഡിൽ എഴുതാം കേട്ടോ. എഡിനിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്, ദെൻ തൈമിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെയൊക്കെ ഷോർട്ടാണ് മിസ് എഴുതിയത് AGCT. ഇങ്ങനെ നമുക്ക് 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ന്യൂക്ലിയോടൈഡ് ആയില്ലേ? ഇത് എഡിനിൻ ന്യൂക്ലിയോടൈഡ്, ഇത് ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ്, ഇത് സൈറ്റോസിൻ ആൻഡ് ഇത് തൈമിൻ. ഓക്കെ, അങ്ങനെ നമുക്ക് 4 ന്യൂക്ലിയോടൈഡായി. ഇനി ഇവിടെ വേറൊരു സാധനമുണ്ട്, നോക്കിക്കോ. ഇതിങ്ങനെ തമ്മിൽ കണക്ട് ചെയ്യും. കണ്ടോ? ഇവിടെ ഒരാൾ താഴേക്ക് ഉണ്ടാവും, ഇവിടെ നിന്ന് ഒരാൾ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഫോസ്ഫേറ്റ് മോളിക്യൂളാണ് എന്ത് ചെയ്തത്? ഓരോ ന്യൂക്ലിയോടൈഡിനെയും നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഓരോ ന്യൂക്ലിയോടൈഡിനെയും തമ്മിൽ കണക്ട് ചെയ്തത് ആരാ? നോക്കിക്കേ മക്കളെ. ഈ ഫോസ്ഫേറ്റ് ആണ് ഇവരെ കണക്ട് ചെയ്തത്, ഈ ഫോസ്ഫേറ്റ് ഇവരെ കണക്ട് ചെയ്തു, ഈ ഫോസ്ഫേറ്റ് ഇവരെ കണക്ട് ചെയ്തു അല്ലേ? അപ്പം തമ്മിൽ ന്യൂക്ലിയോടൈഡുകളെ കണക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്യൂളാണ്. ഇപ്പം DNA-യുടെ ഒരു ഇഴയായി, ഒരു ഇഴ റെഡിയാണ്. ഈ ഒരു ഇഴ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇതായപ്പോൾ ഒരു ഇഴയായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പില്ലേ? ഈ സ്റ്റെപ്പിൻ്റെ പകുതിയാണ് ഇത്. ഓക്കെ, അപ്പോൾ DNA സ്ട്രാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാണ്. നടുവിൽ ആ സ്റ്റെപ്പില്ലേ അതുണ്ടാക്കിയിരിക്കുന്നത്, ആ പടികളെ നമ്മൾ പറയുന്നതാണ് റങ്സ് അല്ലെങ്കിൽ പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസ് ആണ്. പക്ഷെ നമുക്കറിയാം DNA എന്ന് പറഞ്ഞാൽ ഒരു ഇഴയല്ല, 2 ഇഴയാണ് അല്ലേ? അപ്പം നമുക്ക് 2 ഇഴകൾ വേണ്ടേ? അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പം മിസ് ഇവിടെ മിസ് കളറൊന്നും മാറ്റുന്നില്ല, ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു നൈട്രജൻ ബേസ്, ഇവിടെ ഒരു ഫോസ്ഫേറ്റ്. കളർ മാറ്റാം, അതാണ് നല്ലതല്ലേ? ഒരു കളർഫുൾ ആയിരിക്കട്ടെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. 1 2 ഷേപ്പ് ശരിയില്ലല്ലോ മക്കളെ. 1 2 3 4 5.
ഇവിടെ നമ്മുടെ ഫോസ്ഫേറ്റ്, ഇവിടെ നമ്മുടെ നൈട്രജൻ ബേസ്. ഇത് ഒരു ന്യൂക്ലിയോടൈഡായി. മിസ് ചെയ്ത ടൈപ്പ് എന്ന് ലാസ്റ്റ് എഴുതാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ നമുക്ക് 4 തരത്തിലുള്ള ന്യൂക്ലിയോടൈഡ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് നമ്മളുടെ ഒരു ഇഴയും കുറച്ച് സ്റ്റെപ്പും മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ എന്താ നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്. ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഇവരിങ്ങനെ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. താഴേക്ക് കണക്ട് ചെയ്യുന്നത്, മുകളിലേക്കും കണക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ഒരു സൈഡായി. ഇതേപോലെ നമുക്ക് എന്ത് വേണം? ഒരു ഇഴ കൂടി വേണം അല്ലേ? തൽക്കാലം ഇത് വായിക്കുന്നുണ്ടേ. ഇനി നമുക്ക് ഒരു ഇഴ കൂടി വേണം. പക്ഷെ അത് എങ്ങനെയാണ് ഉള്ളതെന്ന് അറിയാവോ? അത് നിങ്ങൾ നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം. തലകുത്തനെയാണ്. അത് എന്തുകൊണ്ട് തലകുത്തനെന്നൊക്കെ മിസ് പറഞ്ഞുതരാം. ഇങ്ങനെയാണ്, എന്നാലല്ലേ നമുക്ക് നൈട്രജൻ ബേസുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റുള്ളൂ. കണ്ടോ? ഇങ്ങനെയാണ് നൈട്രജൻ ബേസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുക. അപ്പം മിസ് നോക്കിക്കോ, ഇവിടെ എഡിനിൻ ഉണ്ട്, ഇവിടെ ഗ്വാനിൻ, ഇവിടെ സൈറ്റോസിൻ, തൈമിൻ. ഇവിടെ നമുക്ക് അതേപോലെ ഇഷ്ടമുള്ളത് എഴുതാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ നൈട്രജൻ ബേസുകൾ എഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ ഇവർക്ക് ചില പ്രത്യേകതകളുണ്ട്, ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എന്ന് ചോദിച്ചാൽ എഡിനിൻ എപ്പോഴും 2 ബോണ്ട് ഇഷ്ടം തൈമിനോട് മാത്രമേ ഉള്ളൂ. തൈമിൻ നേരെ ആരെയാണ് ഇഷ്ടം? എഡിനിനെ. ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണ്. എത്ര ഇഷ്ടമുണ്ടെന്ന് നോക്കിക്കേ, 2 ഇഷ്ടം. 2 ഹൈഡ്രജൻ ബോണ്ടാണ്. ഇവിടെയും 2 ഹൈഡ്രജൻ ബോണ്ടാണ്. ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണ്. അതേപോലെയാണ് നമ്മുടെ ഗ്വാനിൻ. ഗ്വാനിൻ 3 ഇഷ്ടം സൈറ്റോസിനായിട്ട്, സൈറ്റോസിൻ 3 ഇഷ്ടം ഗ്വാനിനുമായിട്ട്. എത്ര ഇഷ്ടമാണ്? 3 ഇഷ്ടം. കുറച്ച് ഇഷ്ടം കൂടുതലാണ്. ഇവർ റിലേഷൻഷിപ്പിലാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾ ഇനി പറഞ്ഞേ, ഇവിടെ എഡിനിൻ ആണെങ്കിൽ ഇവിടെ എന്താണ് വരിക? ഇവിടെ ആര് വരും? AT. ഗ്വാനിൻ ആണെങ്കിൽ C, C ആണെങ്കിൽ G, T ആണെങ്കിൽ A. A എപ്പോഴും ടീനോട്, C എപ്പോഴും ജീനോട്. ATGC. ഓക്കെ, ആൻഡ് ബോണ്ട് ശ്രദ്ധിക്കണം. ഇവിടെ ഡബിൾ, ഇവിടെ ട്രിപ്പിൾ, ഇവിടെ ട്രിപ്പിൾ, ഇവിടെ ഡബിൾ. ഇപ്പം എന്തായി എന്നറിയാവോ? മിസ് DNA കാണിച്ചു തരട്ടെ. ഇതാ, ഇത് ഒരു ഇഴ, ഇത് അടുത്ത ഇഴ, ഇതാണ് നമ്മുടെ പടികൾ. ഇതാണ് നമ്മുടെ DNA പടികൾ. പക്ഷെ ഇതിങ്ങനെ ചുറ്റുഗോവണി പോലെ തിരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മളുടെ DNA ഉള്ളത്. ഓക്കെ, ഇതാണ് നമ്മളുടെ DNA ആ ഒരു സ്ട്രക്ചർ. ഇങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഇവിടെ ഉണ്ട്, ഷുഗർ മോളിക്യൂൾ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, ആൻഡ് ഇവിടെ നൈട്രജൻ ബേസ്. G ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് C. ഓക്കെ, A ആണെങ്കിൽ ഡബിൾ ബോണ്ട് T, G ആണെങ്കിൽ C ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് G, A ആണെങ്കിൽ ഡബിൾ ബോണ്ട് T. ഓക്കെ, പഞ്ചസാര തന്മാത്രയിലെ ഷുഗർ മോളിക്യൂൾ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രജൻ ബേസുകളാണ് നമ്മുടെ പടികളായിട്ട് രൂപപ്പെടുന്നത്. 4 തരത്തിൽ: എഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഓക്കെ, അപ്പോൾ DNA ബേസിക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയോടൈഡ് ആണ്. ഇതാണ് നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA. ഓക്കെ, കമ്പോസ്ഡ് ഓഫ് ഡിയോക്സി റൈബോ ഷുഗർ, ഫോസ്ഫേറ്റ് മോളിക്യൂൾ ആൻഡ് നൈട്രജൻ ബേസ്. അപ്പം ഇത് മിസ് പറഞ്ഞു, ഇത് ഷുഗർ ആണ്, പഞ്ചസാരയാണെന്ന് പറഞ്ഞു. ഈ പഞ്ചസാരയുടെ പേരാണ് ഡിയോക്സി റൈബോ ഷുഗർ. അതാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. റൈബോ ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗ്ലൂക്കോസ് എന്നൊക്കെ പറയില്ലേ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നൊക്കെ പറയുന്നത് പോലെ വേറൊരു ഷുഗറാണ് റൈബോ ഷുഗർ. പക്ഷേ ഈ ഷുഗറിൻ്റെ അകത്ത് ഒരു ഓക്സിജൻ്റെ കുറവുണ്ട്. അതാണ് ഡിയോക്സി. നമ്മൾ പറയില്ലേ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ്. അതുപോലെ ഡിയോക്സി റൈബോസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ കുറവുള്ള റൈബോസ് ഷുഗർ. അത്രയേ ഉള്ളൂ. കിട്ടിയോ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ DNA സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സെല്ലിൽ, ഓക്കെ, ഒരു സെല്ലിൽ നിങ്ങൾക്കറിയാം 46 ക്രോമസോം ഉണ്ട്. ഈ 46 ക്രോമസോമിലും കൂടെ ചേർത്തിട്ട് നമുക്ക് 2 മീറ്റർ ലോങ് DNA ഉണ്ട്. 2 മീറ്റർ ലോങ് DNA ഉണ്ട്. പക്ഷേ നമ്മുടെ സെല്ലെന്ന് പറയുന്നത് എത്ര ചെറുതാ. നമുക്ക് നമ്മുടെ ബോഡിയിൽ നോക്കിയാൽ പോലും സെല്ലിനെ കാണാൻ പറ്റില്ല അല്ലേ? മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ നമുക്ക് സെല്ലിനെ കാണാൻ പറ്റുള്ളൂ. സെല്ലിനേക്കാൾ എത്രയോ ചെറുതാണ് ന്യൂക്ലിയസ് അല്ലേ? അപ്പോൾ ഇത്രയും ചെറിയ ന്യൂക്ലിയസിൽ എങ്ങനെയായിരിക്കും 2 മീറ്റർ ലോങ് DNA പാക്ക് ചെയ്യാൻ പറ്റിയേ? 2 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വലുതാ. അത്രയും വലുത് എങ്ങനെയാണ് നമുക്ക് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സെല്ലിൻ്റെ ഉള്ളിൽ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാൻ പറ്റിയത്? എങ്ങനെയായിരിക്കും? എൻ്റെ മക്കളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എങ്ങനെയായിരിക്കും ഇത്രയും വലിയ DNA മോളിക്യൂള് നമ്മുടെ കുഞ്ഞു കോശങ്ങളുടെ ഉള്ളിലുള്ള ക്രോമസോമിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാൻ പറ്റിയത്? നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം.
ഓക്കെ, അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇനി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് സ്റ്റോറി, വിത്ത് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്, ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കി ആൻസർ ചെയ്ത് പഠിക്കണം എന്ന് എൻ്റെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യുക. April 21 നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ലൈവിലൂടെ ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.